LDF. UDF. LDF. LDF. ജയിക്കും. കരമന ജയൻ ജയിക്കും. കരമന ജയൻ ജയിക്കും. ഉറപ്പാ? ഉറപ്പാണ്. എന്തുകൊണ്ട്? അങ്ങനെയാണ്. ട്രെൻഡാണ്. കരമന ജയനെ ജയിപ്പിക്കും. ജയിച്ചിരിക്കും. വോട്ടുണ്ടോ? വോട്ടുണ്ട്. വോട്ട് ചെയ്യും. ചേട്ടൻ്റെ പേര്? എൻ്റെ ഫ്രാൻസിസ്. എന്തുവാണ് ഈ തവണത്തെ ഇഷ്യൂ? എന്തുവാണ് സാധാരണക്കാരൻ്റെ ഇഷ്യൂ? ഒരു ഇഷ്യൂ ഇല്ല. ഇതൊക്കെ ഊതിപ്പെരിപ്പിക്കുന്ന സംഗതി. സുധീർ കരമന ജയിക്കും. ജയിക്കാതിരിക്കത്തില്ല. ഉറപ്പായിട്ടും. വോട്ടുണ്ടോ? എനിക്ക് വോട്ടുണ്ട്. വോട്ട് ചെയ്യും. ഭരണ തുടർച്ച ഉണ്ടാവാനാ സാധ്യത? അതിന് ഒരു സംശയമുണ്ട്. തുടർച്ച ഉണ്ടാവത്തില്ല, അതെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ സുധീർ കരമന ജയിക്കും. ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ സുധീർ കരമനയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ഡലത്തിലെ ഈ പാർട്ടിയുടെ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊള്ളാമായിരുന്നു. അനുഭവം നല്ലത് ചെയ്യുന്ന ആരുണ്ടോ അവരെ കൂടെ. അടിമയൊന്നും പറയാൻ പറ്റില്ല. അടിമയൊന്നും അല്ല. ട്രെൻഡ് കോൺഗ്രസിനാണ് ഇരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് എനിക്ക് CP ജോൺ ജയിക്കും. ചേട്ടന് വോട്ടുണ്ടോ? ഉണ്ട്. പിന്നെ വോട്ട് ചെയ്യും. ഇത്തവണ സർക്കാരിനൊരു മാറ്റം വരും എന്ന് ഒരു അഭിപ്രായമുണ്ടോ? ചേഞ്ചിങ് വരാൻ സാധ്യതയുണ്ട്. സർക്കാർ മാറാൻ സാധ്യതയുണ്ട്. അപ്പം UDF ഗവൺമെന്റ് ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ ഒരു പാർട്ടിയില്ലെന്നുള്ള എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല സ്ഥാനാർത്ഥി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ജയിക്കും. CP ജോൺ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നു. നേരാണ്? ആണ്. പൊതുവെ എല്ലാരും കൊള്ളാം. അതെ, എല്ലാരും കൊള്ളാം. ഇല്ല, എല്ലാരും കൊള്ളാം. നല്ല സ്ഥാനാർത്ഥികളാണ്. നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം കുറച്ച് സാധ്യത കണ്ടിട്ട് കോൺഗ്രസിനുണ്ടെന്ന് തോന്നുന്നു. സുധീർ കരമന ജയിക്കത്തില്ല. ജയിക്കും. അതങ്ങനെ ആക്കരുത്. ഞാനൊരു പാർട്ടിക്കാരനാ. അതാണ്. എല്ലാവരും കട്ടക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ആരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇത്തവണ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി? ഇത്തവണ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയാണെന്നാണ് എൻ്റെ വിശ്വാസം. CP ജോൺ BJP സ്ഥാനാർത്ഥി. ആരാ പേര്? കരമന ജയൻ. ജയൻ ജയിക്കുമെന്നാണ് വിശ്വാസം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഇപ്പം ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒരു ജനങ്ങൾക്കൊരു വിശ്വാസം BJPക്ക് കൊടുത്താൽ ഇനി അത് നല്ലതാവുമെന്നൊരു വിശ്വാസം കാണുമായിരിക്കും. അപ്പോൾ ഈ കോർപ്പറേഷനിൽ കയറിയതിന് ശേഷം BJP എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ കുടിവെള്ള പ്രശ്നമൊക്കെ ഇപ്പോൾ രൂക്ഷമായിട്ട് നിൽക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ട്. അതാണ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അവർ മാറ്റം വരുത്തുമെന്ന് പറയുന്നുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും മാറ്റം വരുത്തുമെന്നാണ് പറയുന്നത്. UDF സർക്കാർ ഈ പ്രാവശ്യം അധികാരത്തിൽ കയറുമെന്ന് പറയുന്നത് നേരാണോ? UDF സർക്കാർ കയറുമെന്ന് പറയുന്നുണ്ട്. നേരാണെന്ന് എനിക്ക് അറിയില്ല. UDF സർക്കാർ കയറണമെന്നാണ്. മാറ്റം വേണം.